പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ പടയൊരുക്കം ഓരോ ദിവസവും പുരോഗമിക്കുകയാണ്. ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ പാക് പട പേടിച്ച് പിന്തിരിയുകയാണ്. എന്തിനാണ് ഇന്ത്യയെ പോയി ചൊറിഞ്ഞത് എന്ന് ഇപ്പോൾ പാകിസ്ഥാൻ ആലോചിച്ച് വിഷമിക്കുന്നുണ്ടാകും. ഇന്ത്യ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. യുദ്ധം എന്നാൽ യുദ്ധം തന്നെയാണ്. തിരിച്ചടിക്കാൻ ഇന്ത്യ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു റിപ്പോർട്ട്, ഏറ്റവും ബ്രേക്കിംഗ് ആയ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ അർദ്ധ സൈനികൻ ഇന്ത്യൻ അതിർത്തിയിൽ പിടിയിലായിരിക്കുന്നു. രാജസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തിക്ക് സമീപത്ത് നിന്നാണ് പാക് റേഞ്ചറെ പിടികൂടിയത്. അതിർത്തിയിൽ നടന്ന പരിശോധനയ്ക്കിടെയാണ് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന പാക് ജവാനെ കണ്ടെത്തിയത്. ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ BSF പുറത്തുവിട്ടിട്ടില്ല. അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് BSF ഉദ്യോഗസ്ഥനെ പാക് സൈന്യം പിടികൂടിയിരുന്നു. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കടുത്ത പ്രതിഷേധം ഉയർന്നിട്ടും ഉദ്യോഗസ്ഥനെ പാക് സൈന്യം വിട്ടയച്ചില്ല. വിഷയത്തിൽ BSF അന്വേഷണം ആരംഭിക്കുകയും പാകിസ്ഥാന് ഔദ്യോഗിക കുറിപ്പയക്കുകയും ചെയ്തു. വിഷയത്തിൽ നിരവധി ഫ്ലാഗ് മീറ്റിംഗുകളും നടന്നു. എന്നാൽ ജവാൻ എവിടെയാണെന്നതിനെ കുറിച്ചോ അദ്ദേഹത്തെ വിട്ടു നൽകുന്നതിനെ കുറിച്ചോ പ്രതികരിക്കാൻ പാക് സൈന്യം തയ്യാറായില്ല. ഇതിനിടെയാണ് ഇന്ത്യക്ക് തുറപ്പുചീട്ടെന്നോണം ജവാനെ BSFന്റെ പിടിയിലായത്. പാക് സൈന്യം പിടികൂടിയ BSF ജവാനെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് BSF ഉദ്യോഗസ്ഥർക്ക് കർശന മുന്നറിയിപ്പുണ്ട്. പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ അബദ്ധത്തിൽ അതിർത്തി കടക്കുന്ന സംഭവങ്ങൾ ഒഴിവാക്കാനും കൂടുതൽ ജാഗ്രത പാലിക്കാനും ജവാന്മാരോട് ആവശ്യപ്പെട്ടു. അതിർത്തിയിലെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന കർഷകരോടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനെ എല്ലാ രീതിയിലും പൂട്ടുക എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വെള്ളം പിടിച്ചുവെച്ചും വെള്ളം തുറന്നുവിട്ടും ഒക്കെ യുദ്ധതന്ത്രങ്ങൾ ഇന്ത്യ പയറ്റിക്കഴിഞ്ഞു. അതുമാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരെയും പുറത്തേക്ക്, അതായത് പാകിസ്ഥാനിലേക്ക് തിരികെ വിടുകയും ചെയ്തു. ഒരാളെ പോലും ഇന്ത്യയുടെ മണ്ണിൽ, ഒരു പാകിസ്ഥാൻകാരൻ അല്ലെങ്കിൽ ഒരു പാക് പൗരൻ പോലും നിൽക്കരുത്, ആ മണ്ണിൽ ഇനി അവർക്ക് ഇടമില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യ പലതവണ പാകിസ്ഥാനോട് ക്ഷമിച്ചതാണ്. നിരവധി സഹായങ്ങൾ ഇന്ത്യ ചെയ്തിട്ടുണ്ട്. കാരണം പട്ടിണിയിൽ കിടന്ന പാകിസ്ഥാന് അരിയായും എണ്ണയായും പെട്രോളായും അങ്ങനെ എല്ലാം ഇന്ത്യ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്യൂ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന, അരി വാങ്ങിക്കുന്ന പാക് ജനതയ്ക്ക് ഒരു കൈത്താങ്ങായി ഇന്ത്യ എന്നും കൂടെ ഉണ്ടായിരുന്നു. ആ ഇന്ത്യയെ തന്നെ തിരിഞ്ഞു കൊത്തുകയാണ് പാകിസ്ഥാൻ ചെയ്തത്.